വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ്. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സുകാർക്കുള്ളതാണ്. തുല്യത 10ാം ക്ലാസ് വീണ്ടും എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അവരുടെ ഹിന്ദിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് മലയാളത്തിൽ അറിയാവുന്ന രീതിയിൽ സ്ലോ ആയിട്ടാണ് എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എക്സാം എഴുതിയാൽ ഫുൾ മാർക്കോടെ വിജയിക്കാം. ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഹിന്ദിയിലെ 1ാമത്തെ ചാപ്റ്ററായ പൗധോം കി പീഡിയം. ഈ പൗധോം കി പീഡിയം എന്ന ഈ കവിത എഴുതിയ ഈ കവിയുടെ പേരാണ് ഹരിവംശറായ് ബച്ചൻ. ഇദ്ദേഹം പ്രശസ്ത സിനിമാ നടനായ അമിതാഭ് ബച്ചൻ്റെ അച്ഛനാണ് ഹരിവംശറായ് ബച്ചൻ. ഇനി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. 1907 നവംബർ 27 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഇലഹബാദ് പ്രതാപക് ജില്ലയിലാണ്. അദ്ദേഹത്തിൻ്റെ കവിതാ സംഗ്രഹങ്ങൾ മധുശാല, മധുബാല, മധുകലശ്, നിശാനി മന്ത്രൻ. ഇനി ആത്മകഥ ക്യാ ബോലും ക്യാ യാദ് കരും, നീഡ് കാ നിർമൺ ഫിർ, ബസേരെ സെ ദൂർ, ദശ് ദ്വാർ സെ സോപാൻ തക്. ഇനി അദ്ദേഹത്തിന് സമ്മാനങ്ങൾ കിട്ടിയത് സാഹിത്യ അക്കാദമി പുരസ്കാർ 1968 പത്മഭൂഷൺ 1976. മൃത്യു അദ്ദേഹത്തിൻ്റെ മരണം 18 ജനുവരി 2003. പൗധോം കി പീഡിയ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ ചെടികളുടെ തലമുറ. ഇതെഴുതിയ കവിയുടെ പേരാണ് ഹരിവംശറായ് ബച്ചൻ. ഇനി വരികളൊന്ന് വായിക്കാം. देखा एक बड़ा बरगद का पेड़ गड़ा है, उसके नीचे है छोटे छोटे कुछ पौधे, बड़े सुशील विनम्र लगे मुझसे यो कहने. देखा കണ്ടു, एक बड़ा बरगद का पेड़ गड़ा है, उसके नीचे है ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ, ഉസ്കെ നീച്ചെ ഹെ അതിൻ്റെ ചുവട്ടിൽ, അതായത് ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ, ചോട്ടെ ചോട്ടെ കുച്ച് പോതെ ചെറിയ ചെറിയ ചെടികൾ, പോതെ പറഞ്ഞാൽ ചെടികൾ, ചോട്ടെ ചോട്ടെ ചെറിയ, ബഡേ സുശീൽ വിനമ്ര വളരെ നല്ല സ്വഭാവം, വിനമ്ര പറഞ്ഞാൽ വിനയവും, സുശീലരും വിനയരും, ലഗെ മുജ്സെയോ കഹിനെ, ലഗെ പറഞ്ഞാൽ തോന്നുന്നു. അപ്പം കവി പറയണേ, ഈ ചെടികൾ എന്നോട് പറയുന്നത് പോലെ തോന്നുന്നു. ഹം കിത്തനെ സൗഭാഗ്യവാൻ ഹേ, ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ആസ്മാൻ സെ ആഗി ബർസെ പാനി ബർസെ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം, അതായത് ആകാശത്ത് നിന്നുള്ള ചൂട്, അഗ്നി തീ വർഷിച്ചാലും, വെള്ളം പാനി പറഞ്ഞാൽ വെള്ളം വർഷിച്ചാലും, അതായത് ആകാശത്ത് നിന്നുള്ള ചൂട് വന്നാലും മഴ വന്നാലും, ആന്തി ഡൂണ്ടെ പറഞ്ഞാൽ കൊടുങ്കാറ്റടിച്ചാലും, ഹംകോ കോയി ഫിഗർ നെഹി ഹെ ഞങ്ങൾക്ക് യാതൊരു ടെൻഷനുമില്ല, ഞങ്ങൾക്ക് യാതൊരു ചിന്തയുമില്ല. പിന്നെന്താ പറയുന്നത്? ഹം അപ്പിനെ ദിൻ ബിതാ രഹേ ഹെ ബഡേ സുഖി ഹെ, ഒരു വലിയ വരമായ കുട പോലുള്ള തണലിന് താഴെ സുഖകരമായി ഞങ്ങൾ ഓരോ ദിവസവും ചെലവഴിക്കുന്നു, അതുകൊണ്ടാണ് അവർക്ക് യാതൊരു ടെൻഷനുമില്ല എന്ന് ചെറിയ ചെടികൾ പറയുന്നത്. ഇനി 2ാമത്തെ വിഭാഗത്തിലാണ് പറയുന്നത്. ദേക്കാ ഏക് ബഡാ ബർഗദ് കാ പേട് ഗഡാ ഹെ, ഉസ്കെ നീച്ചെ ഹെ ചോട്ടെ ചോട്ടെ കുച്ച് പൗധെ, അസന്തുഷ്ട് ഔർ രുഷ്ട്. ഇനി മറ്റൊരു വിഭാഗം ചെടികൾ എങ്ങനെ പറയുന്നത്? അവർ ഈ വലിയ ആൽമരത്തിൻ്റെ ചോട്ടിൽ ഈ ചെറിയവരായ ആ ചെടികൾ അസന്തുഷ്ടരും രുഷ്ടരുമാണ് എന്നാണ് പറയുന്നത്. ദേഖ് കർ മുജ്കോ ബോലെ, അവർ എന്നെ നോക്കി പറയുകയാണ്, ഹം കിത്തനെ ബദ് കിസ്മത്ത് ഹേ, ഞങ്ങൾ എത്ര നിർഭാഗ്യവാന്മാരാണ്. ജോ ഗതരോം കാ നഹീം സാമിന കർത്തെ, കൈസേ വേ ഊപ്പർ കോ ഉഡ് സക്തേ ഹെ. അതായത് അവർ പറയുകയാണ്, ഒരു ആപത്തിനെയും ഒരു വിപത്തിനെയും നേരിടാൻ കഴിയാതെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഉയരാൻ സാധിക്കുക. ഇസി ബഡേ കി ഛായാനെ തോ ഹംകോ ബൗന ബനാ രഗാ, ഹം ബഡേ ദുഃഖി ഹേ. അതായത് അവർ പറയാണ്, ഈ വലിയ വൃക്ഷത്തിൻ്റെ തണൽ ഞങ്ങളെ വളരാൻ അനുവദിക്കുന്നില്ല, ഞങ്ങളെ
കുള്ളന്മാരാക്കുകയാണോ, ഞങ്ങൾ വളരാൻ കഴിയാതെ പൊക്കമില്ലാത്തവരാക്കുകയാണ് എന്ന് അവർ ദുഃഖത്തോടെ പറയുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വരികളിലെ ആശയം ഒന്നും കൂടെ പറയാം. നമ്മൾ ആദ്യം വായിച്ച വരികളിൽ എന്താണ് പറയുന്നത്? ആ ബർഗദ്, ആ ആൽമരം അവിടെ ഉണ്ടായതുകൊണ്ട് അവിടെയുള്ള ചെറിയ ചെറിയ ചെടികൾക്ക് സന്തോഷമാണ്, അവർ സൗഭാഗ്യവാന്മാരാണ് എന്ന് പറയുകയാണ്. കാരണം അവർക്ക് എന്താ പറയുക, ചൂട് ഏൽക്കുന്നില്ല, മഴ ഏൽക്കുന്നില്ല, അവർ തണലിൽ കഴിയുകയാണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു വിഭാഗത്തിനെ കവി പറയുകയാണ്, മറ്റൊരു വിഭാഗം ചെടികൾ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഈ വലിയ മരം ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വളരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അസന്തുഷ്ടരാണ്. അസന്തുഷ്ടർ പറഞ്ഞാൽ, സന്തുഷ്ടർ പറഞ്ഞാൽ സന്തോഷമുള്ളവർ, അസന്തുഷ്ടർ പറഞ്ഞാൽ സന്തോഷമില്ലാത്തവർ, രുഷ്ടർ പറഞ്ഞാൽ കോപിക്കുന്നവർ. അതുകൊണ്ട് അവർ പൊക്കമില്ലാതെ കുള്ളന്മാരാവുകയാണ് എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇനി അടുത്ത ആളുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്, കുറച്ച് ചെടികൾ പറയുന്നുണ്ട്. എന്താ നോക്കാം. ഇനി അടുത്ത വരികൾ വായിക്കാം. ദേഖാ ഏക് ബഡാ ബർഗദ് കാ പേട് गड़ा है उसके नीचे है छोटे छोटे कुछ पौधे तने हुए उद्दंड देखकर मुझको गरजे हमको छोटा रखकर ही यह बड़ा बना है जन्म अगर हम पहले पाते तो हम इसके अग्रज होते हम इसके दादा कहलाते इस पर चाहते नहीं वक्त का जुल्म हमेशा हम योम ही सहते जाएंगे हम कांडों की आरी और कुल्हाड़ी अब तैयार करेंगे फिर जब आप यहाँ आएंगे बरगद की डाली डाली कटती पाएंगे ढूंढ मात्र यह रह जाएगा नंगा पूजा और निकल जाएंगे तब हम इसे समझा. ഈ വരികൾ വായിക്കാം. ദേഖാ ഏക് ബഡാ ബർഗദ് കാ പേട് ഗഡാ ഹെ ഉസ്കെ നീച്ചെ ഹെ ചോട്ടെ ചോട്ടെ കുച്ച് പൗധെ തനെ ഹുയെ ഉദ്ദണ്ട് ദേഖർ മുജ്കോ ഗർജെ ഹംകോ ചോട്ടാ രക്കർ ഹി യഹ് ബഡാ ബനാ ഹെ. അതായത് കവി പിന്നെയും കണ്ടത് എന്താണ്, കുറച്ച് ഈ പേരാലിനെ ചോടുള്ള ഈ കുറച്ച് ചെടികൾ അഹങ്കാരികളാണ്. അവരെന്താണ്, അവർ എന്നെ നോക്കി ഗർജിക്കുകയാണ്. അവർക്ക് വളരാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവർ എന്നെ നോക്കി ഗർജിക്കുകയാണ് എന്നാണ് കവി പറയുന്നത്. ജന്മ അഗർ ഹം പഹലെ പാത്തെ തോഹം ഇസ്കെ അഗ്രജ് ഹോത്തെ. അവർ പറയാണ്, ഞങ്ങൾ ആദ്യം ജന്മമെടുത്തിരുന്നെങ്കിൽ, ഞങ്ങൾ ആദ്യം ജനിച്ചിരുന്നെങ്കിൽ തോഹം ഇസ്കെ അഗ്രജ് ഹോത്തെ, ഇവരുടെ ജ്യേഷ്ഠന്മാരായേനെ. അതായത് ഇവരാണ് ആദ്യം ജനിച്ചത് എങ്കിൽ ഇവരുടെയൊക്കെ ജ്യേഷ്ഠന്മാരായേനെ എന്നാണ് മറ്റു ചില കുഞ്ഞു ചെടികൾ പറയുന്നത്. ഹം ഇസ്കെ ദാദാ കഹലാത്തെ ഇസ് പർ ചാത്തെ. ദാദാ മീൻസ് മുത്തച്ഛന്മാർ. അതായത് ഞങ്ങൾ ഇതിന് മുന്നേ ജനിച്ചിരുന്നെങ്കിൽ, ഹം ഇസ്കെ ദാദാ കഹലാത്തെ ഇസ്പർ ചാത്തെ, ഞങ്ങൾ ഇവരെ മുന്നേ ജനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇവരുടെ മുത്തച്ഛന്മാരായേനെ. പിന്നെന്താ പറയുന്നത്, അവർക്ക് ഞങ്ങൾ തണൽ കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നെഹി വക്ത് കാ ജുൽമ് ഹമേഷ ഹം യോം ഹി സഹത്തെ ജായേങ്കെ. അവരെന്താ പറയുന്നത്, ജുൽമ് പറഞ്ഞാൽ അടിച്ചമർത്താനുള്ള സമയമില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെയൊക്കെ പൊയ്ക്കോളാം എന്നാണ് പറയുന്നത്. ഹം കാംഡോ എന്ന് പറഞ്ഞാൽ മുള്ള്, ആരി और കുൽഹാടി अब തയ്യാർ കരേങ്കെ. കുൽഹാടി പറഞ്ഞാൽ കോടാലി, ആരി പറഞ്ഞാൽ കൈവാള്. അവർ പറയാണ്, ഞങ്ങൾ മുള്ള് കൊണ്ടുള്ള കൈവാളും കോടാലിയും തയ്യാറാക്കാം, താങ്കൾ എപ്പോഴാണോ വരുന്നത് അപ്പോൾ വന്നിട്ട് ആ പേരാൽ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിക്കളയണം. ബർഗദയ്ക്ക് ഡാലി കടത്തി പായെങ്കിൽ പറഞ്ഞാൽ ഈ ആൽമരത്തിൻ്റെ കൊമ്പുകൾ മുറിക്കാം എന്നാണ്. ഡൂണ്ടേ മാത്ര യഹി രഹി ജായേങ്ക നെങ്ക് പൂഞ്ച ഔർ നികൽ ജായേങ്കെ തബ് ഹം ഇസേ സമൂജ. അതായത് ഡൂണ്ട് എന്നാൽ മരക്കുറ്റി, മാത്രം യഹ് രഹി ജായേങ്ക നെങ്ക് പൂജ. അപ്പം അതിനെ നെങ്ക് പൂജ പറഞ്ഞാൽ പരമദരിദ്രർ. അപ്പോൾ കൊമ്പില്ലാതെ മരക്കുറ്റിയാകുമ്പോഴാണ്, മരക്കുറ്റിയാക്കിയിട്ട് അതിനെ പരമദരിദ്രനാക്കാം. അപ്പോഴാണ് ഇവിടെ കവി എന്താണ് പറയുന്നത്, നമ്മൾ ആരുടെ സംരക്ഷണത്തിലാണോ നമ്മൾ വളരുന്നത് അവരില്ലാതാകുമ്പോഴാണ് അവരുടെ വില നമുക്ക് അറിയൂ എന്നാണ് ഇവിടെ കവി പറയുന്നത്.